ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 27/5/2025 പ്രിസൺ ഓഫീസർ എക്സാമിന് ചോദിച്ച കണക്കിലെ ഏതാനും ചില ചോദ്യങ്ങൾ. കണക്കിനെ സംബന്ധിച്ച് മുൻകാല ചോദ്യങ്ങൾ ഒന്ന് പഠിച്ച് അതുമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. ഇപ്പോൾ മുൻപ് 20 ചോദ്യത്തിൽ നിന്നും 10 ആക്കി. അപ്പോൾ അതിനനുസരിച്ചുള്ള കണക്കുകളിൽ കുറച്ച് നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്താൽ ആൻസർ കിട്ടാവൂ എന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ മുൻകാല ചോദ്യങ്ങൾ കൃത്യമായും ഒന്ന് വർക്കൗട്ട് ചെയ്തതിനെ പഠിക്കുക. ഈ ചോദ്യവും ഉത്തരവും വേഗത്തിൽ ഒന്ന് നോക്കാം. ആദ്യ ചോദ്യം, 100നും 200നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക എത്ര? അപ്പോൾ ചോദ്യം കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. എന്നിരുന്നാലും നമ്മളൊരു ഐഡിയ ആദ്യം നമ്മൾ സ്വയം കണ്ടെത്തുക. അതായത് ഇത് എങ്ങനെ എത്തിച്ചേരാം. അതായത് 100നും 200നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക. നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നത് ഏത് ചോദ്യമായിരുന്നു? 100നും 200നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകളുടെ തുക ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. നമുക്കിത് അല്പം ലെങ്തിയാണ്. നമുക്കിത് വേഗത്തിലൊന്ന് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം. നമുക്കിവിടെ തന്നിട്ടുള്ളത് 100നും 200നും ഇടയ്ക്കുള്ള സംഖ്യകളാണ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ സംഖ്യ ഏതാ വരുന്നത്? ആദ്യത്തെ സംഖ്യ 101. അങ്ങനെയെങ്കിൽ അവസാനത്തെ സംഖ്യ ഏതാ വരുന്നത്? 199. ഇനി നമുക്ക് ഇവയുടെ തുക ആദ്യം എന്താണെന്ന് നോക്കാം. അതായത് 101നും 199 വരെയുള്ള സംഖ്യകളുടെ തുക എത്രയെന്ന് നോക്കാം. അതിന് നമുക്ക് പദങ്ങളുടെ എണ്ണം എന്തായാലും അറിഞ്ഞിരിക്കണം. പദങ്ങളുടെ എണ്ണം എങ്ങനെ അറിഞ്ഞിരിക്കുന്നത്? അതായത് 101, 199. അങ്ങനെയെങ്കിൽ എത്ര സംഖ്യകളുണ്ട്? 99 സംഖ്യകളാണ്. 99 സംഖ്യകൾ. 101നും 199 വരെയും എത്ര സംഖ്യകളുണ്ട്? 99 സംഖ്യകളുണ്ട്. നമുക്ക് പദങ്ങളുടെ തുക എന്താണ് ഇക്വേഷൻ? n/2 ഇൻറ്റു പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് 101 പ്ലസ് അവസാന പദം 199. ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ഇവിടെ n എത്രയാണ് കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട്? 99. ഇനി ഇതിൻ്റെ വാല്യൂ അത് അവിടെ നിന്ന് അപ്ലൈ ചെയ്താൽ മതി. അതായത് എന്നിൻ്റെ അവിടെ എത്ര കൊടുത്തു? 99/2 ഇൻറ്റു 101 പ്ലസ് 199. ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടും 14850. 14850. ഈ 14850 എന്താണ്? 101 മുതൽ 199 വരെയുള്ള സംഖ്യകളുടെ തുക. നമുക്കിനി 101നും 199നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകൾ എത്രയെന്ന് കണ്ടുപിടിക്കണം. അത് അടുത്ത നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് 101 കഴിഞ്ഞിട്ട് ഏത് സംഖ്യയാണ് 9 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ സാധിക്കുന്നത്? 108 ആണ്. 108 എന്താണ്? 12 ഇൻറ്റു 9 വരുന്നത്. 108 എന്താണ്? 12 ഇൻറ്റു 9. ഇനി അവസാന സംഖ്യ 198. അതെങ്ങനെയാണ് കിട്ടുന്നത്? 198 22 ഇൻറ്റു 9. 22 ഇൻറ്റു 9. അപ്പോൾ മനസ്സിലായോ? ആദ്യ സംഖ്യ 108. അതായത് 101 കഴിഞ്ഞാൽ 102 9 കൊണ്ട് പോകത്തില്ല, 103 പോകത്തില്ല, 104 പോകത്തില്ല. അത് പൂർണ്ണമായും പോകണം. അപ്പോൾ അങ്ങനെ പോകുന്നത് 108 ആണ്. 108 അവസാന സംഖ്യ നമുക്ക് വരുന്നത് 198. അതായത് 12ഉം 22ഉം. ഇനി പദങ്ങളുടെ എണ്ണം ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതായത് പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഏത് സംഖ്യ കൊണ്ടാണോ ഈ 9നെ ഗുണിച്ച് അവയുടെ വ്യത്യാസം പ്ലസ് 1. പദങ്ങളുടെ എണ്ണം, അതായത് 9 കൊണ്ട് നിശ്ശേഷം ഹരിക്കാവുന്ന സംഖ്യകളുടെ എണ്ണം ചോദിച്ചാൽ എന്താണ്? ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചില്ലേ? അതായത് 12 ഇൻറ്റു 9, 22 ഇൻറ്റു 9. ഇവയുടെ വ്യത്യാസം പ്ലസ് 1. ഇവയുടെ വ്യത്യാസം എന്താണ്? 22 മൈനസ് 12 പ്ലസ് 1 എത്ര കിട്ടും? 11. അപ്പോൾ 101നും 199നും ഇടയ്ക്ക് 9 കൊണ്ട് നിശ്ശേഷം ഹരിക്കാവുന്ന സംഖ്യകളുടെ എണ്ണം എത്ര കിട്ടും? 11 എന്ന് കിട്ടും.
ഇനി ഇവയുടെ തുക എടുക്കുക. ഈ 11 9 കൊണ്ട് പൂർണ്ണമായും പോകുന്ന സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n എത്ര കിട്ടി? 11 കിട്ടി. വീണ്ടും നമ്മുടെ പഴയ ഇക്വേഷൻ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ഇവിടെയും n/2 ഇൻറ്റു 11/2 ഇൻറ്റു ആദ്യ പദം ഏതാണ്? ആദ്യ പദം 108, അവസാന പദം 198. ഇവ നമ്മളൊന്ന് കൂട്ടി എടുത്ത് ക്രിയ ചെയ്യുന്നു. ഇവ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടും ആൻസർ എത്ര കിട്ടും? 1683. ഇനി നമ്മുടെ ചോദ്യം 100നും 200നും ഇടയ്ക്ക് 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക എത്ര? നമുക്ക് ടോട്ടൽ കിട്ടി, 9 കൊണ്ട് സാധിക്കുന്നതും കിട്ടി. അങ്ങനെയെങ്കിൽ സാധിക്കാത്തത് എന്താണ്? ടോട്ടൽ മൈനസ് സാധിക്കുന്ന തുക. അതായത് നമുക്ക് ടോട്ടൽ ആദ്യം ഇവിടെ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട് 14850. നമുക്ക് സാധിക്കുന്നത് 1683. ഇതിൽ നിന്ന് കുറച്ചാൽ മതി. 14850 നിന്നും 1863 കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് 13167 എന്ന സംഖ്യ കിട്ടും. അങ്ങനെയെങ്കിൽ ആൻസർ വരിക ഓപ്ഷൻ ഡി. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ലെങ്തി ആയി പോയതാണ്. ഈ ഒരു ലോജിക്കൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിൽ എത്താൻ സാധിക്കും. നമുക്കിനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഒരു വൃത്തത്തിൻ്റെ വൃത്തപരിധിയും പരപ്പളവും തുല്യമായാൽ അതിൻ്റെ വ്യാസം എത്ര എന്നാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ നമ്മൾ തീർച്ചയായും വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്താണെന്ന് അറിയണം, വൃത്തത്തിൻ്റെ വിസ്തീർണം എന്താണെന്ന് അറിയണം. വൃത്തത്തിൻ്റെ ചുറ്റളവ് പഠിച്ചു വെച്ചേക്കുക, ഇനി തെറ്റിപ്പോകരുത്. 2πr. വൃത്തത്തിൻ്റെ ചുറ്റളവ് 2πr. പരപ്പളവ് വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ്? πr². ഇവ തുല്യമായാൽ ഈക്വൽ ടു അതിൻ്റെ വ്യാസം എത്രയാണ്? വ്യാസം എന്താണ്? d = 2r. ആറിൻ്റെ റേഡിയസിൻ്റെ ഇരട്ടിയാണല്ലോ വ്യാസം, ഡയമീറ്റർ. അപ്പോൾ അതും ഇവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇവിടെ ഈക്വൽ ആണ് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ക്രിയ ചെയ്യാം. 6ഉം 1 ക്യാൻസൽ ചെയ്തു, പൈയും ക്യാൻസൽ ചെയ്തു. അങ്ങനെയെങ്കിൽ r = എന്തെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. നമുക്കിവിടെ d ആണ് ചോദിച്ചിട്ടുള്ളത്. d ചോദിച്ചിട്ടുണ്ട്. d എന്താണ്? 2r ആണ്. അതായത് 2 × 2 എത്രയാണ്? 4 യൂണിറ്റ്. ആൻസർ വരും ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കാം. ഒരു ക്ലോക്കിൽ മിനിറ്റ് 5 സെൻറ്റിമീറ്റർ നീളം ഉണ്ട്. അതായത് മിനിറ്റ് സൂചിക്ക്, ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിക്ക് 5 സെൻറ്റിമീറ്റർ നീളം ഉണ്ട്. രാവിലെ 6:05 മുതൽ 6:40 വരെ അത് സഞ്ചരിച്ച ഭാഗത്തിൻ്റെ പരപ്പളവ് എന്താണ്? വിസ്തീർണമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു ആർക്കിൻ്റെ ഒരു ഏരിയ ഓഫ് സെക്ടർ ഓഫ് എ സർക്കിൾ, ഒരു സർക്കിളിൻ്റെ സെക്ടറിൻ്റെ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇക്വേഷനും ഒന്ന് അറിഞ്ഞിരിക്കണം. അതിനു മുമ്പ് നമുക്കിവിടെ ബേസിക് ആയിട്ടുള്ള ആംഗിളൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. അതായത് 6:05 മുതൽ 6:40 വരെ എത്ര മിനിറ്റുകളുണ്ട്? 35 മിനിറ്റുകളുണ്ട്. 35 മിനിറ്റുകളുണ്ട്. ഇനി 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. എന്താണ് 1 മിനിറ്റ് എന്ന് പറയുന്നത്? 6 ഡിഗ്രി. അങ്ങനെയെങ്കിൽ ടോട്ടൽ കോണളവ് എന്തായിരിക്കും? 35 × 6. 35 × 6 കിട്ടും. അതായത് 210 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എത്രയാണ്? 210 ഡിഗ്രി കിട്ടി. ഇനി വേണ്ടത് നമുക്ക് ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് എ സർക്കിൾ. ഏരിയ ഓഫ് സെക്ടർ ഓഫ് എ സർക്കിൾ, ഒരു സർക്കിളിൻ്റെ സെക്ടർ, അതിൻ്റെ ഏരിയയാണ് ചോദിച്ചിട്ടുള്ളത്. ആ ഏരിയ ഇക്വേഷൻ അറിഞ്ഞുകൂടാത്തവർ ഒന്ന് കുറിച്ച് വെച്ച് പഠിക്കുക. ഏരിയ എന്ന് പറയുന്നത് ആംഗിൾ θ/360 ഇൻറ്റു വൃത്തത്തിൻ്റെ വിസ്തീർണം πr². സിമ്പിളാണ് കേട്ടോ. ആംഗിൾ ബൈ 360 ഇൻറ്റു πr². ഇവിടെ ആംഗിൾ θ എത്രയാണ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 210. അപ്പോൾ ഇവിടെ 210 കൊടുക്കുന്നു. 210/360 ഇൻറ്റു πr². ആറിൻ്റെ വാല്യൂ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. സൂചിയുടെ നീളം 5, അതായത് 5 × 5 25. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ 7/5
12 × 25 പൈ എന്ന് കിട്ടും. ഇനി പൈയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ ഒന്ന് കാണാൻ പഠിക്കുക 22/7. ഇനി ഈ പൈയുടെ വില ഇവിടെ ഒന്ന് കൊടുക്കുക × 22/7 എന്ന് കൊടുത്ത് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എടുത്താൽ മതി. അങ്ങനെയെങ്കിൽ നമുക്ക് ഫൈനലി ആൻസർ കിട്ടും 275/6 എന്ന് കിട്ടും. 275/6. പക്ഷേ നമ്മൾ ഓപ്ഷനിൽ അങ്ങനെ ഒരു സംഖ്യയല്ല, വീണ്ടും നമ്മൾ അതിനെ 6 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. 4 6 24 ശിഷ്ടം 3 5 5 6 30 5. ഇനി ഇതിനെ എങ്ങനെ എഴുതും? 45 ആൻറ്റി ക്ലോക്ക് വൈസിൽ 6 5. 45ഉം 6ൽ 5ഉം ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലുണ്ട്. എയിൽ കിടപ്പുണ്ട്. അതാണ് നമ്മുടെ ആൻസർ. അടുത്ത 54ാമത്തെ ചോദ്യം. തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. തെറ്റായ പ്രസ്താവന. ഒരു പ്രസ്താവന വായിക്കാം. n ഒരു എണ്ണൽ സംഖ്യയാൽ n³ - n എന്നത് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്നിന് നമ്മൾ ഒരു എണ്ണൽ സംഖ്യ ആണെങ്കിൽ 1 ആരും ആദ്യം എടുക്കണ്ട. തൊട്ടടുത്ത സംഖ്യ 2 ഇട്ട് തന്നെ അങ്ങ് ചെയ്യുക. ഇവിടെ എന്നിട്ട് ആ 2 ഓരോ ഇക്വേഷനിലും കൊടുക്കുക. ഒരു എണ്ണൽ സംഖ്യ ആയാൽ n³ അതായത് 2³ 8 -2 എന്നത് 6 കൊണ്ട് നിസ്സലേഷം ഹരിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 2 കൊടുക്കുമ്പോൾ കിട്ടി. അതവിടെ നിന്നോട്ടെ. ശരിയാണ്. അടുത്ത ഓപ്ഷൻ നോക്കാം. ഒരു എണ്ണൽ സംഖ്യ ആയാൽ 12n ഒറ്റയുടെ സ്ഥാനം ചിലപ്പോൾ 0 അല്ലെങ്കിൽ 5 വരാവുന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും 12n അതായത് 12ൻ്റെ സ്ക്വയർ, അതായത് n-ന് 2 കൊടുത്തു. അപ്പോൾ 12ൻ്റെ സ്ക്വയർ 144 നമുക്ക് കിട്ടിയത്. ഇവിടെ ഒറ്റയുടെ സ്ഥാനം ഏതാ? 4 വരുന്നത്. ഇവിടെ പറയുന്നു 0 അല്ലെങ്കിൽ 5 വരാവുന്നതാണ്. ഇവിടെ വരുന്നുണ്ടോ? വരുന്നില്ല. അപ്പോൾ അത് ആൻസർ തെറ്റാണ്. അതായത് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഓർഡറിൽ ചെയ്യുക. ആദ്യം ഉത്തരം കിട്ടിയതുകൊണ്ട് അവിടെ അങ്ങ് വെച്ച് നിർത്തി അതങ്ങ് ആൻസർ ചെയ്യുക. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇപ്പോൾ നോക്കുന്നതിൽ അവസാന ചോദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ശ്രേണി പൂർത്തിയാക്കുക. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. BJF DKH FMJ HPL. ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? ആദ്യത്തെ ഓരോ ലെറ്റർ നോക്കാം. BDEH എന്താണ്? ഓരോ ലെറ്റർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ വന്നു. BC ഇല്ല, D വന്നു. E ഇല്ല, F ഉണ്ട്. G ഇല്ല, H ഉണ്ട്. I ഇല്ല, J ഉണ്ട്. ആദ്യ ലെറ്റർ കിട്ടി J. അപ്പോൾ J കിട്ടിക്കഴിഞ്ഞാൽ ഈ 2 ഓപ്ഷനെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം J ഇതിൽ 2 ഉള്ളൂ. അടുത്ത ഓപ്ഷൻ നോക്കാം. JKMP എങ്ങനെയാണ് വന്നിരിക്കുന്നത്? J കഴിഞ്ഞ് K വന്നു, K കഴിഞ്ഞ് L കട്ടായി, M വന്നു, NO കട്ടായി, P വന്നു. അതായത് ആദ്യം 0 കട്ടായി, ഒരു ഗ്യാപ്പില്ലാതെ ലെറ്റർ വന്നു, അടുത്ത് 1 കട്ടായി, അടുത്ത് 2 ഗ്യാപ്പ് വന്നു, 3 ഗ്യാപ്പ് വന്നു. അടുത്ത മൂന്നാമത്തെ ഗ്യാപ്പ് P കഴിഞ്ഞാൽ ഏതാ വരുന്നത്? QRS 3 കട്ടായി, അടുത്ത് T വരും, JT. അപ്പോൾ JT ഉള്ളത് ഓപ്ഷൻ D ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ ഇവിടെ ചങ്ങ് നിർത്തി തൊട്ടടുത്ത ചോദ്യത്തിലേക്ക് കടക്കുക. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ ഇത്രയുമാണ് ഡിസ്കസ് ചെയ്തത്. ഇനിയും ഒട്ടനവധി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.